ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ ഉപ്പിൽ പൊതിഞ്ഞതാണ്. അതായത് നമ്മുടെ ഉപ്പ് വെച്ചിട്ട് നമ്മുടെ മീൻ എങ്ങനെ ബേക്ക് ചെയ്യാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ രോഹു മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം കേട്ടോ. കുറച്ച് വലിയ മീൻ എടുക്കാൻ നോക്കുക, അതുപോലെ മുള്ളധികം ഇല്ലാത്ത മീൻ എടുക്കാൻ നോക്കുക. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. വൃത്തിയാക്കി എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് ബ്ലഡിൻ്റെ അംശവും കറുത്ത വേസ്റ്റ് കണക്ക് സാധനമൊന്നും ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. കണ്ടില്ല, കറുത്ത വേസ്റ്റ് അതൊന്നും പോയിട്ടേ ഇല്ല. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഫ്രഷ് വാട്ടർ മീൻ കുറച്ച് ചെളിമണം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ മതിയാകും. വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മീനിൻ്റെ ആ ചെളിമണം മാറാനും അതുപോലെ ആ ബ്ലഡിൻ്റെ അംശം മാറാനും ആ വേസ്റ്റൊക്കെ മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അത് ഇതുപോലെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഉരച്ച് കഴുകുക. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പിടിക്കുക കേട്ടോ. അതിൻ്റെ മേൽവശമൊക്കെ നന്നായിട്ട് പിടിക്കുക. അതുപോലെ തന്നെ വയറിനുള്ളിലൊക്കെ നന്നായിട്ട് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഉരച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇത് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് വയറിനുള്ളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ്. എങ്കിൽ മാത്രമേ ആ ചെളിയുടെ മണം നമുക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ ബ്ലഡിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മാറാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ആ വേസ്റ്റൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് വരും. നന്നായിട്ട് ഇളകിപ്പോരും. നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റെങ്കിലും ഇത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വയറിനുള്ളിലൊക്കെ നന്നായിട്ട് ബ്ലഡിൻ്റെ അംശമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ കറുത്ത വേസ്റ്റൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇത് വരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇവ 3 കൂടി ചതച്ച കൂട്ടാണ് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതെടുക്കുക. അതുപോലെ ഈ മീനിൻ്റെ വയറിനുള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക. ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തലയ്ക്ക് ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക. ഇനി ഈ മീനിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഈ വയറിനുള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. പുറത്തോട്ട് ചാടാത്ത രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ലെമൺ ഗ്രാസോ അതുപോലെ നാരങ്ങയോ അതൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങളോട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വെറും മസാല മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒന്നുകൂടി ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ ബേക്ക് ചെയ്യാനുള്ള ഉപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 കിലോ ഉപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1 കിലോയുടെ പാക്കറ്റിൻ്റെ ഉപ്പാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 5 മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് കേട്ടോ. 5 മുട്ടയുടെ വെള്ള ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ല അതുപോലെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. ഈ മുട്ട ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പശ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ സ്റ്റിക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം, ഇത് മതി കേട്ടോ, ഒരു കൈക്കുമ്പിൾ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ മുട്ടയുടെ വെള്ളം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ഉപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരുവം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. ഉരുട്ടി നോക്കുമ്പോൾ നന്നായിട്ട് ഇത് ഉരുണ്ട് വരും, നല്ല ബോൾ പോലെ ഇരിക്കും കേട്ടോ. ഇതുപോലെ പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ നമ്മുടെ ഉപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പഴയ തവ എടുത്താൽ മതി കേട്ടോ. പഴയ തവയായിരിക്കും നല്ലതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രമൊക്കെ കേടായി പോവും. ഇനി നമ്മൾ തയ്യാറാക്കിയ ഉപ്പിൻ്റെ കൂട്ടില്ലേ, അത് ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ലെയർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ തവ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മീൻ അതിനകത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള തവ തന്നെ എടുക്കാൻ നോക്കുക. ഇവിടെ നന്നായിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ മീൻ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ബാക്കിയുള്ള ഉപ്പില്ലേ, ആ ഉപ്പ് ഈ മീനിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഉപ്പ് എത്തണം. അതായത് നമ്മുടെ ഈ ഉപ്പ് കൊണ്ട് ഈ മീനിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഈ മീൻ കഴിക്കാൻ കൊള്ളാമോ? ഇത്രയും ഉപ്പ് ചേർത്താൽ ഈ മീൻ എങ്ങനെയാണ് കഴിക്കുന്നത്? ഈ മീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. പക്ഷേ ഇല്ല കേട്ടോ, ഒട്ടും ഉപ്പ് പിടിക്കില്ല. നമ്മുടെ മീനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഈ മീനിൻ്റെ തോലിൽ മാത്രമേ ഉപ്പ് പിടിക്കുള്ളൂ, ബാക്കി ഉള്ളിലോട്ടൊന്നും ഉപ്പ് ഇറങ്ങേയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഇപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തിയുടെ ഭാഗം വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. കണ്ടോ, നമ്മുടെ ഉപ്പൊക്കെ ഇവിടെ ഒരു ചൂള പോലെ ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഇത് അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ, കാരണം ഈ ഉപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. അത് കഴിഞ്ഞ് സിമ്മിലാക്കിയതിന് ശേഷം 45 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ വെയിറ്റ് അനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണമെന്നുള്ളത്. നല്ല വെയിറ്റുള്ള മീനാണെന്നുണ്ടെങ്കിൽ 2 കിലോ ഉപ്പ് വരെയൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉപ്പൊക്കെ ഏകദേശം ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് ഈ പാത്രമൊക്കെ. നമുക്കിത് പതിയെ ഒന്ന് പൊക്കാം. നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇത്ര ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടേക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് മീനിൻ്റെ ഉൾവശത്ത് കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ ഉപ്പൊക്കെ ഇതുപോലെ ഓരോ പാളികളായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഉപ്പും നമുക്ക് ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാം. അങ്ങനെ മുകൾ വശത്തെ ഉപ്പൊക്കെ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മീൻ കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ മീനിൻ്റെ ഈ തൊലിയിൽ മാത്രമേ ഉപ്പ് ഇതുപോലെ പിടിച്ചിരിക്കുകയുള്ളൂ കേട്ടോ. ഉള്ളിലോട്ടൊന്നും ഒട്ടും ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ഉരിച്ച് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ തോലുരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പതുക്കെ മീനിൻ്റെ മാംസം ഒന്നും പോകാത്ത രീതിയിൽ വേണം തോലുരിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ പതിയെ ഒന്ന് ഉരിച്ചെടുക്കുക. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ഈ തോലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. കണ്ടോ മീനിൻ്റെ തോലൊക്കെ ഉരിച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീനൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. കണ്ടോ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
നന്നായിട്ട് വെന്ത് കിട്ടിയത് മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മീൻ ഉപ്പിൽ പൊതിഞ്ഞത് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.